ഹലോ ഗൈസ്, ഞാൻ ഹെൽറപ്പൻസ്. ഇന്ന് നമ്മൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. എന്തായാലും വീഡിയോയിലോട്ട് പോകുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേ. റോഡ് ടു 500 സബ്ബാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്റെ വല്ല ഐഡിയ ഉണ്ടോ? ഓക്കെ. എന്തെങ്കിലും ഐഡിയ? വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു. ആദ്യം നമുക്ക് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം, ഈ സ്ഥലം. അത് ക്ലിയർ ചെയ്യും. എന്നിട്ട് ക്ലിയർ ചെയ്തിട്ട് ഇതിന് ചുറ്റും ഒരു ഫെൻസ് പണിയണം. അത് ഓക്കെ. ഓക്കെ. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് ഞാൻ പോയി അയൺ കണ്ടുപിടിച്ചോണ്ട് വരും. അയൺ വെച്ച് വേണം നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കാം. ആ ബക്കറ്റ് വെച്ച് വേണം നമുക്ക് വെള്ളം എടുക്കാം. വെള്ളം എടുത്താലേ കൃഷി നടക്കുള്ളൂ. വെള്ളം എടുത്താലേ കൃഷി നടക്കുള്ളൂ. പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നോക്കിയ സമയത്ത് വെള്ളം ഒഴിക്കുമ്പോ ഈ മഞ്ഞ സ്ഥലത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കട്ടിയായി പോകും. അതെനിക്കറിയാം, അത് ഞാൻ ചെയ്യാം. അതിനോ ബിക്കോസ് ഞാൻ ഒരു കർഷകനല്ലേ മാഡം? ഈ സ്ഥലം വൃത്തിയായി ഞാൻ പോയി കുറച്ച് മൈൻ ചെയ്തിട്ട് അയൺ വേണമല്ലോ. ഒന്ന് മാറി നിൽക്കാമോ? വലിയ കൃഷി തോനെ സ്ഥലം കിടക്കട്ടെ. എടുത്തോ നീ അയൺ ഒപ്പിക്കാകുമ്പോ 2-3 അയൺ കൂടെ ഒപ്പിച്ചു. അയൺ ബ്ലോക്ക് ഇട്ടിട്ട് അയൺ ഗോളത്തെയും കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം. അവിടാണ് ഇരി ഫുഡ് കണ്ട് ഇപ്പൊ ഈ കൃഷി കഴിഞ്ഞ 2 ദിവസം കഴിച്ചു. 2 ദിവസം ഒന്നും ഇല്ല, ഇപ്പൊ കൃഷി കളിച്ച് തന്റെ ഇവിടെ താനെ ഇപ്പൊ വരുന്നു. ഇവിടെ ഫെൻസ് 1 അതുപോലെ ഇത് നമ്മുടെ ഫസ്റ്റ് വീടല്ലേ? ഇത് നമ്മള് വേറൊരു വീടിന്റെ പണിയത്തില്ലേ? മെയിൻ ആയിട്ടൊരു വീട്. ഇതൊരു ചെറിയ വീടല്ലേ? അതായത് കുറച്ച് കാണാൻ ഭംഗിയുള്ള കല്ലൊക്കെ വെച്ച് പണിഞ്ഞ ഒരു വലിയൊരു വൈറ്റ് ഹൗസിന്റെ അത്ര ഉള്ള ഒരു വീട് പണിയണ്ടേ? അതൊക്കെ പണിയാ. ഇനി ക്രാഫ്റ്റ് ടേബിളിൽ പോയി എത്ര അയണാണോ നോക്കിയാണ്ടോ. ബക്കറ്റിലാണ് 3 അയൺ. നമ്മൾ ഉഴുതുമറിക്കാൻ പോവുകയാണ്. അപ്പൊ മറ്റേ കൃഷി ചെയ്യുന്ന പാട്ടൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെ ചെയ്യുമ്പോ 5000 എന്നൊക്കെയുള്ള പാട്ട് കേട്ടിട്ടില്ല? ഇപ്പൊ തൊട്ടു ഏത് കേട്ടിരിക്കുമ്പോ സംസാരിക്കും. നട്ട് ഞാൻ പോയി വിത്ത് തപ്പി എടുത്തിട്ട് വരാം. പുല്ല് വെട്ടി വീറ്റുണ്ടാക്കി തിന്നണ്ട. ഇതിപ്പോ കണ്ട ഞാൻ വില്ലേജറിന്റെ മോട്ടിച്ചോണ്ട് വരും സാധനം. ഒരു അയൺ കൂടെ കിട്ടിയ ഒരായൺ മാത്രം മതിയില്ലേ? വല്ല വില്ലേജറിന്റെ പട്ടികത്തുണ്ടോ? നീ ആ ഗുണാക്കേവിന്ന് ഇപ്പൊ നീ പുറത്തു വരത്തില്ല. വേറെ പറ്റേ സുഭാഷിനെ കെട്ടിയെടുത്തോലെ കിട്ടി പൊക്കിയെടുക്കല്ലേ? എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നല്ലേ, അത് ഞാൻ അപ്പുറത്താണ് നിർത്തിയിട്ടാവുന്നത്. അയ്യോ അത്ര കേട്ടാ എങ്ങനെ പോവണ്ട പട്ടിയെ ഓക്കെ. വീട്ടിൽ കയറി വിട്ടെന്ന്. നീ താഴത്തോളൂ, എന്റെ പട്ടിയെടുത്തണോ? നിന്റെ പട്ടിയെടുത്തല്ല, വളരെ സോബി പോട്ടെ അതിന്റെ അടുത്ത. ഓക്കെ. താങ്കൾ ആ ഇരിക്കുന്നിടത്ത് നിന്ന് എണ്ണീക്കാമോ? വിളിച്ചോണ്ടിരിക്കാന്നല്ലേ. വില്ലേജേഴ്സ് ഒന്നും ഇവിടെ ഇല്ല, അല്ലാതെ അവരുടെ വിത്തേക്ക് മേടിക്കാം. നമ്മൾ വന്നതോടെ അവരങ്ങ് പോയെന്ന് തോന്നട്ടോ നാട് വിട്ട്. ആരെനിക്ക് പട്ടി തപ്പി പോയത്. കമോൺ. അയ്യോ ചാതാ കുഴി വീണടാ. അവിടെ നോക്കടാ, പൊഴിക്കാത്തല്ലോ. കുഴിക്കാതെ കാണുക. പച്ചയിറച്ചി ഞാനില്ല, യോഗം ഉള്ളല്ലോ, പച്ചയിറച്ചി ഇന്നല്ലേ. കൃഷിക്കിടയിൽ അയൺ തപ്പിയുള്ള യാത്രയാണ്. ഇത് അയണാന്ന് എനിക്കൊരു സാധനം. എന്തോ ഇത് നോക്കട്ടെ, എന്തുവാ. ഇവിടെ ഒരു കുരു ഇല്ല. അതാ ഇവിടെ എന്തോ വലുതായിട്ട്. അയ്യോ
ഇനി ഞാൻ ചാവത്തടാ. എവിടെ? ഞാൻ എന്താ ഇവിടെ തൊട്ടടുത്ത് സ്കെൽറ്റനായിട്ട് ഒരു അടി നടത്തോണ്ടിരിക്കും. ഇപ്പൊ അടി നടക്കും. നീ അടിയിലാണോ താഴെയാണോ? ആ അടിയിലെന്ന് ഉദ്ദേശിച്ചത് അടിയിൽ ഫൈറ്റിൽ. അടിയിലാണെന്ന് വെച്ചാൽ അടിയിലാണ്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്ക് അറിയത്തില്ല. കോളായിരുന്നു ഇത്ര വരെ കിട്ടിയത്. ആ, 10 അയണും ആരോ. ആരാണ്? നമ്മുടെ പേര് രഷീദ്. അയ്യോ 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 ആരാര്? ഓടിക്കരുത്. അയ്യോ ദാ വരുന്നെടാ. പൊക്കടേ എങ്ങോട്ടേലൊക്കെ പോടാ. എങ്ങോട്ടേലൊക്കെ ഓടറാ. പട്ടിയൊക്കെ ചത്തറാ. ഇത് എന്റെ പുറകെ വെറുതെ അതില്ല. എങ്ങോട്ടേലും പോകാനുള്ളത്. ആ വരുന്നത് എല്ലാരോടും എന്റെ പുറകെ വരുന്നു. നിന്നെ അതിന് ഇഷ്ടമായതാ. ആ കൊച്ചുണ്ട് കൊച്ചുണ്ട്. വാടാ ആ ഓക്കെ. ആണോ? എന്നോട് ആയിക്കോ. ഞാൻ ഞാൻ ചാടി കയറി. ഇപ്പൊ പോയാ സാധനമൊക്കെ എടുക്കാം. ഓ നീ ചത്ത. ആ കൊച്ചു സോംബിയുടെ അയൺ. അല്ല കൊച്ചു സോംബിയുടെ അയണെന്ന്. കൊച്ചു സോംബി ക്രീപ്പർ. പട്ടി അവനെ കടിച്ചോ. കൊച്ചു സോംബി. ഞാൻ ഇവിടെ മരിക്കാറായി. നീ ഉണ്ടാന്ന് ചോദിക്കരുത്. One eternity later. അൺബ്രേക്കബിൾ ബോ പവർ 1. ഗുഡ്. അതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. മണ്ടക്കിന് ചാടി കത്തല്ലേ. ഡിപ്രഷൻ. നിന്റെ സാധനങ്ങളൊക്കെ കിട്ടിയോ? ആ എന്റെ സാധനമൊക്കെ എനിക്ക് കിട്ടി. എന്നാ പോ. തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ യാത്രയാകാം. ഇതിന് ഇവിടെ മണ്ട കയറാൻ പട്ടിയൊക്കെ എന്നേക്കാൾ മുമ്പേ ഇവിടെ എത്തി. ഇത് കുറച്ചുകൂടെ വലുതാക്കിയാലും. എന്റെ ഉദ്ദേശത്തെ ഈ സാധനം കൂടെ കുറച്ച് വലുതാകണം. ഇപ്പോഴേ കാര്യം പശുവിനെ കെട്ടിയേക്കുന്ന സ്ഥലമുണ്ട്. 2-3 പശുവിനെയും കൂടെ വേണം. പശുവിനെ മാറ്റിട്ട് ആടിനെ ആക്കിയാലും. ആടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത്. പശു അങ്ങോട്ട് അതില്ല. പശുവിനാണ് തീർത്ത്. പശു ഒക്കെ മരിച്ച്. പശു പിന്നെ ബീഫ് കറിക്കുള്ള സാധനം വലിയൊരു ഐഡിയ ഉണ്ട്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അയ്യോ ആ വഴി ഇറങ്ങാൻ പറ്റില്ല. ഡോർ വഴി ഇറങ്ങാൻ പറ്റും. കൊല്ലടാ അവരെ. കൊല്ലടാ പട്ടികളെ അവരെ. ഞാൻ എന്താ വന്ന് The next morning. ആട് തന്നെ വന്നു കയറിയതിനകത്ത്. ഡിപ്രഷൻ. ഞാൻ പോയി ആടിനെ പിടിച്ചിട്ട് വരട്ടെ. അവിടെ അടുത്ത കാണാൻ ആട് വല്ലോട്ടോ നോക്കിയാ. ഇവിടെ ആട് പോയിട്ട് ആടിന്റെ കൂടെ പോലും ഇല്ല. ആ ഒരാട് കാണ്ടോ. ഒരാട് എനിക്ക് കിട്ടി. വെള്ളൊരാട് കിടില ഒരു സ്ഥലത്തുനിന്ന് കിട്ടി. ഇവിടെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഇപ്പുറത്ത് മാറിയ. അയ്യോ ആടിനെ തൂക്കിയിട്ടേക്കോ ഞാൻ. കേറ് കേറാടെ കേറ്. അത്രേ ഉള്ളു. കേറ്. എന്ത് ഡിസ്കവറി നീ വാട്ട് എന്താണത്? ഇത് നീ കണ്ട? ഇല്ല കണ്ടില്ല. എന്താണ്? വേറെ വില്ലേജ്. വില്ലേജോ? എവിടെ? വീട് കണ്ണപ്പെട്ട മേലെ കണ്ടടാ. കണ്ട് ഇത് വില്ലേജ് തന്നെ. പുതിയ വില്ലേജ്. ഇവിടുത്തെ അയൺകുളത്തിനൊന്നും കൊടുക്കാറില്ല. എന്തോ അയൺകുളമൊക്കെ ഇങ്ങനെ പച്ച കളർ അയൺകുളം. ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്കൊരു പട്ടി ഉണ്ടായിരുന്നു. പുള്ളി മിസ്സായിട്ടോ. പുള്ളി തീർന്നാ കേട്ടെ.
ആയി. ഇത് ഞാനിങ്ങ് എടുക്കുന്നു. അതെ, അവിടുന്ന് ഒരു ലൈറ്റ് ഞാനിങ്ങ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു തീർക്കണം. ആ പിന്നെ സംസാരം ശരിയായി ബ്രെഡ് തരില്ല.